ഇത് മൂവാണ്ടൻ മാങ്ങ പഴം മേടിച്ചതാ. 3 ഞങ്ങൾ കഴിച്ചു, 2 ചാറ് വെക്കാനാ. എനിക്ക് മൂവാണ്ടൻ മാങ്ങാപ്പഴം ഇഷ്ടമില്ല. പിന്നെ തൈര് ഒഴിച്ച് ചാറ് വെക്കുവാണെങ്കിൽ ഞാൻ കൂട്ടും. ഇവിടെ വേറെ ആരും കൂട്ടുകയില്ല. ആർക്കും മധുരമുള്ള കറി ഇഷ്ടമില്ല. പിള്ളേർക്ക് ഇഷ്ടമാണേ. അന്നേരം 2 മാങ്ങ ഉള്ളത് കറി വെക്കാമല്ലോ എന്ന് ഓർത്തു. തൈര് ഒഴിച്ച്. ആടിനെ കെട്ടുകാരുണ്ട്, അതാ ഞാൻ നോക്കിയത് ആരാന്ന്. ആദ്യം ഇല്ലേ, യൂട്യൂബിനകത്ത് എല്ലാവർക്കും വീഡിയോ ഇടാനായിട്ട് കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ കണ്ടന്റ് ഇല്ല, കുറവാ കണ്ടന്റ്. ആദ്യം നല്ല നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. അല്ലെ നിങ്ങൾ ഓർത്ത് നോക്കിയേ, എല്ലാരും കണ്ടന്റ് മാറ്റിയല്ലേ ഇപ്പൊ വീഡിയോ ഇടുന്നേ. ആദ്യം നല്ല നല്ല വീഡിയോ ഇടുമായിരുന്നു, വലിയ വലിയ കണ്ടന്റ്. ഇപ്പം വന്ന് 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 ആരുടെ കയ്യിൽ കണ്ടന്റും ഇല്ല, കഥയും ഇല്ല. ഇപ്പൊ സാധാരണ വീട്ടിലെ കാര്യങ്ങളും കൃഷി അങ്ങനെയുള്ള വീഡിയോ ഇടുന്നു എല്ലാവരും. പൈസ ഉള്ളവര് യൂട്യൂബിൽ പിടിച്ചു നിൽക്കും കേട്ടോ. മാസം പൈസ കിട്ടുന്നവരെ. നമുക്ക് അത് പറ്റത്തില്ല. നമ്മുടെ കഥയെല്ലാം തീർന്നു, കണ്ടന്റ് ഒന്നും ഇല്ലാതെ വരുമ്പോ ഞങ്ങളെപ്പോലെ ഉള്ളവരും യൂട്യൂബ് ചിലപ്പോൾ നിർത്തും എല്ലാവരും. കാരണം കഥയും പിന്നെ വീഡിയോ ഇട്ട് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഇടുന്നല്ലേ. കഷ്ടപ്പാട് തന്നെ മിച്ചം. എന്നാ കഷ്ടപ്പാടാന്നറിയാവോ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയല്ല. പിന്നെ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല. ഒന്നും പറ്റിയല്ല. എപ്പോഴും ഈ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കണം. 10 രൂപ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. എന്നാലും അങ്ങനെ യൂട്യൂബിന്റെ കാര്യം. പിന്നെ നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷം എന്ന് പറയണേ. പറയുമോ? പിന്നെ നിങ്ങളുടെ കറി എന്നാന്ന് പറയാം, കാപ്പി എന്നാന്ന് പറയണം. പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. ചേച്ചി എന്നെ എടുക്കുവാന്ന്. ഞാൻ ഇത് മാങ്ങാപ്പഴം കറി വെക്കുക. പിന്നെ പാവയ്ക്ക തോരൻ വെച്ചു. സബോള 2 വലിയ സബോള, കയ്പില്ലാതിരിക്കാൻ പാവയ്ക്ക തോരൻ വെച്ചു. പാവയ്ക്ക എല്ലാം വെച്ചു. ഇനി പിന്നെ മാങ്ങാപ്പഴം കറി. ഇനി എന്നാ കറി വെക്കുന്നത്? എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ കറിയൊക്കെ വെച്ചു. പിന്നെയില്ലേ, എന്നും നിങ്ങൾ എന്നോട് പറയുന്നുണ്ടല്ലോ എൻ്റെ ഷോർട്ട് വീഡിയോ ഇഷ്ടമില്ല, വലിയ വീഡിയോ ഇട് ചേച്ചിന്ന്. ഞാൻ എന്നാ പറയാനാ? വലിയ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറയുന്നത്? എന്നും വന്നു എന്നും പറഞ്ഞു. ഇന്നലെ ഒരു ചേച്ചി പറഞ്ഞു എനിക്ക് ഷോർട്ട് ഇഷ്ടമില്ല ചേച്ചിയുടെ വലിയ വീഡിയോ ഇഷ്ടമാണ്. എല്ലാവരും പറയും. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടി വർത്താനം പറയുവാണെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ വർത്താനം പറയണം. അന്നേരം ഞാൻ എന്നാ പറയുന്നത്? എന്നും അതൊന്നും പറയാൻ പറ്റിയല്ല. ഇന്ന് എനിക്ക് പുട്ടായിരുന്നേ. പഴവും പുട്ടും പഴവും. പിന്നെ എൻ്റെ ചേച്ചിയുടെ അമ്മയില്ല, അമ്മയ്ക്കാണെങ്കിൽ 2 ആഴ്ചയിൽ 1/2 കിലോ വെളുത്തുള്ളി വേണം. 2 ആഴ്ചയിൽ 1/2 കിലോ വെളുത്തുള്ളി വേണം. അമ്മ ഏത് കറിക്കും വെളുത്തുള്ളി ഇടും. ഞാൻ അങ്ങനെ ഇടുകയല്ല കേട്ടോ. ഞാൻ കൃത്യം ആ ടേസ്റ്റ് അല്ല കൃത്യമായി രുചിയിലേ ഞാൻ വെക്കുള്ളൂ. അല്ല ഇവിടെ പുള്ളി എന്നെ ശരിയാക്കും. രുചി മാറിപ്പോയാൽ ഇഷ്ടമില്ലെന്നേ. അന്നേരം ഞാൻ ചക്കക്കുരു തോരൻ ഇട്ടപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചേ, ഇഞ്ചി ഇടായിരുന്നില്ലേന്ന് കൊത്തിയരിഞ്ഞ. അന്നേരം ഞാൻ പറയട്ടെ, ഇഞ്ചി ഇടുന്ന ഇവിടെ ഇഷ്ടമില്ല. ഇല്ല, ഇറച്ചി മീനിനകത്ത് ഇഞ്ചി വേണം, ഉപ്പുമാവിനകത്ത് ഇഞ്ചി വേണം. അങ്ങനെ ഇഞ്ചി ഇടേണ്ട കറികൾക്ക് മാത്രമേ ഇഞ്ചി ഇടാൻ പുള്ളി സമ്മതിക്കുള്ളൂ. എല്ലാത്തിനും വാരിക്കോരി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാണ്ടല്ലോ പുള്ളിക്ക് ഇഷ്ടമില്ല. ആ രുചിയെല്ലാം മാറിപ്പോവുകയല്ലേ. അതുകൊണ്ട് ഇഞ്ചി ഒന്നും ഇടുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന എപ്പോഴും ഇല്ലേ എൻ്റെ രീതിക്കാണ് ഞാൻ വെക്കുന്നത്. പക്ഷെ ഓരോരോ ജില്ലയിലും വ്യത്യാസമുണ്ട് കറി വെക്കുന്നതിനല്ലേ. അന്നേരം എൻ്റെ രീതിക്ക് ഞാൻ വെച്ച് കാണിക്കുന്നു. അന്നേരം നിങ്ങളുടെ രീതിക്ക് വെക്കുന്നത് നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ പറയണം. ചേച്ചി ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാ വെക്കുന്നേ, ഞങ്ങൾ ഇന്നത് ചേർക്കും എന്ന് പറയണം. അന്നേരം നിങ്ങൾ കമൻറ്റിലൂടെ പറയുമ്പോൾ എനിക്ക് പുതിയ രുചിയിൽ അത് വെക്കാൻ പറ്റും അല്ലേ. പുതിയ രുചി ഞാനും കണ്ടെത്തും. അന്നേരം ഞാൻ ഏത് കറി ഇട്ടാലും എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളത് എനിക്കറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരണം. പറഞ്ഞു തരേണ്ട കടമ നിങ്ങൾക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സംസാരിച്ച് വീഡിയോ ഇടുന്ന, അല്ലെങ്കിലും എനിക്ക് സംസാരിച്ച് വീഡിയോ ഇടുന്ന ഇഷ്ടം കേട്ടോ. ഇന്ന് അടുത്തുള്ളൊരു ചേച്ചി കൊണ്ടുവന്നില്ലേ ചക്കപ്പഴം തന്നു. പൂച്ച പുഴുങ്ങാൻ, പൂച്ചയല്ല, എട എട എടന്നല എടന്നല അപ്പം പുഴുങ്ങാൻ കൊണ്ടു തന്നു. ഇനി അത് ചെറിയ ചുള ഇത്രയേ ഉള്ളൂ. അത് ശരിയാക്കുവാണെങ്കിൽ ഇടന്നല അപ്പം പുഴുങ്ങാം. അത് ശരിയാക്കും, ചിലപ്പോൾ ശരിയാക്കും, അങ്ങനെയൊക്കെ. അന്നേരം ഇന്നത്തെ കറികളെല്ലാം എന്താ, പുട്ട്, ഗോതമ്പ് പുട്ട്. ഞാൻ ഗോതമ്പേ ഉപ്പും തിരുമ്മി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരപ്പരുവം തിരുമ്മിയെടുക്കും. അത് കഴിഞ്ഞ് ബാക്കിയില്ലേ മിക്സിക്കകത്തേക്ക് ഇടും. ഇട്ട് കഴിഞ്ഞാലില്ലേ നല്ല പൊടി പുട്ട് കിട്ടും. ഞാൻ കാണിക്കട്ടെ ഗോതമ്പ് പുട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഗോതമ്പ് പുട്ടേ, ഇത് കണ്ടോ, കട്ടയില്ലാതെ ഞാൻ ആക്കിയെടുത്തത്. അരപ്പരുവം കുഴയ്ക്കും. ആദ്യം ഉപ്പുപൊടി ഇടും ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ. അത് കഴിഞ്ഞ് അരപ്പരുവം കുഴച്ചിട്ട് ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അടിക്കും, കറക്കിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടാണെങ്കിൽ അങ്ങനെ അല്ല. കണപ്പുട്ട്, ഇന്നലെ കണപ്പുട്ട് ഉണ്ടാക്കി കടലക്കറിക്ക്. ഇന്ന് ഞാൻ ഇങ്ങനത്തെ കുതിർത്തു പുട്ടുണ്ടാക്കി. അന്നേരം അങ്ങനെ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടോ. എന്നിട്ട് ഞാൻ തേങ്ങ പിന്നെ ഇട്ട് കൊടുക്കുള്ളൂ, ആവി കയറി കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കൊടുക്കുള്ളൂ. ഇന്ന് ഗോതമ്പ് പുട്ടായിരുന്നു. ഇന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കിയില്ല. അല്ല, ഇന്നലെ കടലക്കറി ഉണ്ടാക്കി. അന്നേരം ഇത് അരിഞ്ഞ മാങ്ങ എന്നൊക്കെയല്ലേ ഒരു ദിവസം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കണം, 4 എണ്ണം, കറി വെക്കണം, കാപ്പി ഉണ്ടാക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ കഷ്ടപ്പാട്? നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുവോ? പറയണം. ഓ, എന്നാ കല്ലം പഴവാ ഇത്, ഒരു മയവും ഇല്ല, വലിയ പഴവാ. ഏതോ പൂവന, ഞാലിപ്പൂവനല്ല, ഞാലിപ്പൂവിന് നല്ല മയമുണ്ട്. ഇത് ഞാലിപ്പൂവനൊന്നുമല്ല, ഇത് ഏതോ ഒരു വലിയ പഴം. പിന്നെയില്ലേ, സ്നേഹത്തോടെ കമന്റ് ഇടണേ. ഇടുവോ? ഇടണം. പിന്നെ നിങ്ങൾക്ക് കാപ്പിക്ക് എന്നാ കറി വെച്ചത് എന്നാന്ന് കമന്റ് ഇടണേ. പിന്നെ നിങ്ങൾ വെക്കുന്ന രീതികൾ, ഞാൻ പുട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്നാലും നിങ്ങൾ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറയണം. അങ്ങനെ പറയണം, എന്നാലേ എനിക്കും അത് നാളെ ഓർത്തിരുന്ന് ഞാനത് ചെയ്യും. എനിക്ക് എത്ര എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞവരാണേലും കൂടിയവരാണേലും എന്നോട് ഏതൊരു കാര്യം പറഞ്ഞു തന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കേൾക്കും. വെറുതെ അല്ല കേട്ടോ, പുട്ടും മാമ്പഴവും നല്ലതാണെന്ന് എല്ലാരും പറയുന്നേ. അതെ, സത്യം പറയത്, പുട്ടും മാമ്പഴവും നല്ല എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല പഴം കൂട്ടുന്ന കടലിൽ നല്ല പുട്ടും മാമ്പഴവും. അയ്യോ, പിന്നെ പറ, പിന്നെ എന്തെങ്കിലും പറ. പിന്നെയില്ലേ, ഈ പുട്ട് തിന്നിട്ട് വേണം പാൽ ചായ വെച്ച് കുടിക്കാൻ. പുട്ടിൻ്റെ കൂടെ ഞാൻ ചായ എടുത്തില്ല. ഒരാളവിടെ കാപ്പി കുടിക്കാതെ ഇരിപ്പുണ്ട്. ഫോൺ വിളിയാ. അന്നേരം ഫോൺ വിളിച്ച് തീരട്ടേന്ന് ഓർത്തു. മൂത്ത മോന് വന്നിട്ടുണ്ട്. പുള്ളിയാ മേടിച്ചോണ്ട് വന്ന മാമ്പഴവും പേരക്കായും ആപ്പിളും ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചോണ്ട് വന്നു. കുറേ മേടിച്ചോണ്ട് വന്നു. ഒരു 10 ദിവസത്തേക്കുണ്ട് കഴിക്കാൻ. ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച്. പേരക്ക ഉണ്ട് 2 കിലോ, 2 കിലോ ആപ്പിളുണ്ട്, പിന്നെ തണ്ണിമത്തങ്ങ അതുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. ഐസ്ക്രീം മേടിക്കുമായിരുന്നു, ഇട്ട് കഴിക്കായിരുന്നു. അതെല്ലാം കൊത്തി എരിഞ്ഞല്ലേ ചൂടത്ത്. പറയണം, ഐസ്ക്രീം മേടിക്കാൻ പറയണം. അങ്ങനെ പറയണേ. ഞങ്ങൾ വീട്ടിൽ ചൂടുള്ള സമയത്ത് തന്നെ ചെയ്യുന്നോ, ആപ്പിള് പൊടിയായിട്ട് അരിയും, പിന്നെ മുന്തിരിങ്ങ അരിയും, പിന്നെ പൈനാപ്പിള് അതും അരിയും പൊടിയായിട്ട്. എന്നിട്ട് ഐസ്ക്രീം മേടിക്കും. ഐസ്ക്രീം മേടിച്ചിട്ട് അതിനകത്തിട്ട് ഇളക്കിയിട്ട് കഴിക്കും. പെട്ടെന്ന് വയറും നിറയും,
നല്ല തണുപ്പും ഉണ്ട്. നിങ്ങളോട് വർത്താനം പറഞ്ഞില്ലേ, പുട്ട് തിന്നപ്പോ ഇല്ലേ, പുട്ടിന് നല്ല രുചിയുണ്ട്. അയ്യോ, ആരെങ്കിലും അല്ലേ കഴിക്കാനുണ്ടെങ്കിൽ. അമ്മ പിന്നെ പുട്ടും തിന്നു, പഴവും തിന്നു, ചായയും കുടിച്ചിട്ട് മരുന്ന് കഴിക്കാനായിട്ട് അമ്മ അങ്ങ് പോയി. ഞാൻ അന്നേരം വീഡിയോ എടുത്തപ്പം പുട്ട് കാണിക്കണമെന്ന് ഓർത്തതല്ല. പുട്ട് ഞാൻ മിക്സിക്കകത്ത് അടിച്ച പുട്ട് കാണിച്ചപ്പോ അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ കഴിക്കണമെന്ന് ഓർത്തതല്ല, പക്ഷെ കഴിച്ചു. കയ്യാലൊക്കെ കരിയാ. എന്നാമ്മ ഈ കറിച്ചട്ടി പിടിക്കുന്നതുകൊണ്ട് ഭയങ്കര കരിയ ഇപ്പൊ വേനലായോണ്ട്. അന്നേരം സ്നേഹത്തോടെ കമന്റ് ഇടണം, സ്നേഹത്തോടെ കറികൾ എന്നാന്ന് പറയണം, ചക്ക തിന്നോന്ന് പറയണം, പൂച്ചയപ്പം ഉണ്ടാക്കിയോന്ന് പറയണം, മാമ്പഴം തിന്നോന്ന് പറയണം, പിന്നെ ചക്കപ്പുഴുക്ക് തിന്നോന്ന് പറയണം, പിന്നെ മാമ്പഴം കഴിച്ചോന്ന് പറയണം, കണ്ണിമാങ്ങ അച്ചാർ ഇട്ടോന്ന് പറയണം. എനിക്ക് കണ്ണിമാങ്ങ ഇരിപ്പുണ്ട്, അച്ചാറിടാൻ ഞാൻ ഇടും, ഇന്നിടും. പക്ഷെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ നോക്കിയിട്ട് വേണം എനിക്ക് കണ്ണിമാങ്ങ ഇടാൻ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു സാധനങ്ങളും നശിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യത്തില്ല. അന്നേരം ഞാൻ കണ്ണിമാങ്ങ ഇടും. എനിക്ക് കണ്ണിമാങ്ങ ഇരിപ്പുണ്ട്, ഉപ്പിനകത്തിട്ടത് ഇരിപ്പുണ്ട്, അത് ഞാൻ ഇടും. അങ്ങനെ ഇടണം, കണ്ണിമാങ്ങ ഇടണം. അന്നേരം ഇല്ലേ, എനിക്ക് പുട്ട് ഇത് മതി. ഇത് ഞാൻ മൂടി വെക്കും. അത് കഴിഞ്ഞ് മാമ്പഴം കറി വെക്കാൻ പോവാ. അന്നേരം പിന്നെ നിർത്തട്ടെ. അന്നേരം എല്ലാവരും സ്നേഹത്തോടെ കമന്റ് ഇടണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയണം, എൻ്റെ കാര്യങ്ങൾ ചോദിക്കണം. അയ്യോ, അറിയാതെ പുട്ടും കൊണ്ട് ഹായ് തന്നു. അതറിയാതെ കേട്ടോ.